നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിച്ചുമോനെ ഇങ്ങോട്ട് വരല്ലേ, അങ്ങോട്ട് പോ. ഇന്ദ്രേട്ടാ, മോനെ ഒന്ന് നോക്കൂ. ഞാൻ പറഞ്ഞതല്ലേ ചെടിക്ക് മരുന്നടിക്കാണെന്ന്. ഇതൊക്കെ അവൻ ശ്വസിക്കുന്ന അപകടമല്ലേ? ചൂട്ടാ, നീ എന്തിനാണ് അങ്ങോട്ട് ഇറങ്ങുന്നേ? നിനക്ക് ജൈവ കീടനാശിനി കിട്ടിയില്ലാനോ? ഇത് അപകടമല്ലേ? ഇതൊക്കെ നോക്കി ഉപയോഗിച്ചാ കുഴപ്പമില്ല ഇന്ദ്രേട്ടാ. ഫ്ലവേഴ്സിനല്ലേ, വെജിറ്റബിൾസ് ഒന്നും അല്ലല്ലോ. അതാവുമ്പോ പെട്ടെന്ന് എഫക്ട് ചെയ്യും. ആ, അതിന്റെ ബോട്ടിൽ നീ എവിടെ വെച്ചത്? അതെവിടെ ഉണ്ട്, ഞാനതെടുത്ത് മാറ്റി വെച്ചോളാം. സൂക്ഷിച്ച് മാറ്റി വെക്കണേ, വിച്ചോട്ടൻ എടുക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും. ചായ കൊണ്ടുവന്നിട്ടുണ്ടാനു. അയ്യോ, അമ്മ എന്തിനാ ഇപ്പൊ ചായ ഇട്ടത്? ഞാനത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അത് കുഴപ്പമില്ല മോളെ, നീ അതവിടെ വെച്ചിട്ട് വന്ന് ചായ കുടിച്ചേ. വിച്ചൂട്ടാ മോനെ, നിനക്ക് പാല് വേണമെങ്കിൽ വാ. അനു, നീ വരുമ്പോഴേ ആ ബോട്ടിൽ എവിടെ വെച്ച് മാറ്റി വെച്ചേക്കണേ. ദേ, മോന്റെ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും വെക്കണേ. എന്താ അത്? ഞാൻ അന്ന് വാങ്ങിയ കീടനാശിനി അമ്മേ. അകത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, വിഷമല്ലേ. പുറത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കാനേ പറ്റൂ. അതാ വാട്ടർ മീറ്റർ ഇല്ലേ, ആ മീറ്റർ ബോക്സിനകത്ത് വെച്ചാ മതി. അവിടെ ഇരുന്നോളൂ. വിച്ചുമോന്റെ കൈ എന്തായാലും അങ്ങോട്ട് എത്താൻ പോകുന്നില്ല. ശരി അമ്മ. വിച്ചുമോനെ, പാല് കുടിച്ചേ. ഇന്ദ്ര, ദേ അനു വരുന്നവരെ നീ മോനെ നോക്കണേ. ദേ, ഞാൻ അങ്ങോട്ട് പോവുക. ഇന്ന് കുറച്ച് നേരത്തെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് റെഡി ആവട്ടെ. പോട്ടെടാ വിച്ചുക്കുട്ടാ. വിച്ചൂട്ടാ, ദേ ഈ പാല് കുടിച്ചേ വേഗം. കുറച്ചുകൂടെ. ഇതുവരെ പാല് കുടിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. നീ ചായ എടുക്ക്. അനു, അമ്മ രാവിലെ തന്നെ പാർട്ടി ഓഫീസിലേക്ക് പോകാനുള്ള ഒരുക്കത്തില. ആ ഓൺലൈനിൽ വന്ന ദയയുടെ പോസ്റ്റ് പാർട്ടിക്കാരുടെ ശ്രദ്ധയിലെങ്ങാനും പെട്ട് കാണോ? എന്തെങ്കിലും ചെയ്ത് ദയയെ കൊണ്ട് അത് പിൻവലിപ്പിക്കണോന്ന് ശബരിയോട് ഞാൻ പറഞ്ഞിരുന്നു. അവനത് സമ്മതിക്കുകയും ചെയ്തത്. ദയ പോസ്റ്റ് പിൻവലിച്ചാ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അത് പിന്നെ കൂടുതൽ പേര് കാണില്ലല്ലോ. ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ കാണുള്ളൂ. അതിനൊന്നും ചാൻസ് ഇല്ല. പാർട്ടി ഓഫീസിൽ അതൊരു ചർച്ചയാവാതിരുന്നാ മതി. ഇത്രയൊക്കെ ആയിട്ട് സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ലെങ്കിൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. അതും നമുക്ക് തലവേന ഉണ്ടാക്കും. ഇന്ദ്രേട്ടാ, ടെൻഷൻ ആവാതെ. ശബരി പറഞ്ഞ ദയ അത് അനുസരിക്കാതിരിക്കില്ലല്ലോ. അവളത് പിൻവലിച്ച് കാണും. അനിതേ, അത്തിപ്പഴം പഴുക്കുമ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാ ധനേട്ടന്റെ കാര്യം. ഇലക്ഷനില് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണോന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പനി പിടിച്ച് കിടപ്പാ. ഇന്നലെ പനിയുടെ ഗുളിക കൊടുത്തിട്ടും പനി മാറിയില്ലേ ചേച്ചി? ഓ, ഇത് അതുകൊണ്ടൊന്നും മാറുന്ന പനിയല്ല അനിതേ. അങ്ങേർക്ക് തല പൊങ്ങുന്നില്ല. കുടിക്കാൻ എന്തേലും കൊടുക്കാം. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി. ചേച്ചി കപ്പിലെടുത്തോളൂ. ചായ വേണ്ട അനിതേ, നല്ല ചുക്ക് കാപ്പി ഇരിപ്പില്ലേ, അതൊരു കപ്പ് കൊടുക്കാം. അത് കുടിച്ചാ മാറുമെന്നാ ധനേട്ടൻ പറയുന്നേ. ശരി, ഞാൻ ഉണ്ടാക്കി തരാം. അതെ,